أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم അലൈഹി വസല്ലമ തങ്ങൾ എന്ന ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഫാദിലായ ആള്, നബിതങ്ങളോളം ശ്രേഷ്ഠതയില്ലാത്ത മഫ്ദൂലായ ആളുകളെ സന്ദർശിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്ഥാനമുള്ള ആളുകളും ഇല്ലാത്തവരൊക്കെ മനുഷ്യരിൽ കാണും. സ്ഥാനമുള്ളവരെ സ്ഥാനം കുറഞ്ഞവരെ പോയി സന്ദർശിക്കാൻ, രോഗികളോ മറ്റു പ്രയാസങ്ങളുള്ളവരൊക്കെ ആവാം. അതിന് മാതൃകയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത സന്ദർശനങ്ങളെല്ലാം. സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു രോഗിയായി കിടക്കുകയാണ്. മഹാനവറുകൾക്ക് രോഗം വന്ന് ബോധം പോകുമായിരുന്നു. ചെറുപ്പക്കാരനാണ്, മരിക്കുമ്പോ വലിയ പ്രായമില്ല, വാർദ്ധക്യത്തിന്റെ അവശതകളിൽ നിന്നുകൊണ്ടല്ല സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത്. ചെറുപ്പപ്രായത്തിലാണ്. മഹാനവറുകൾ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ഫവജദഹു മരീദൻ മുഗ്മാ അലൈഹി, ബോധം നഷ്ടപ്പെടും. ചില ക്യാൻസറിന്റെ അസുഖത്തിലൊക്കെ മരുന്ന് ഫലിക്കാതെ വേദന സഹിക്കാൻ കഴിയാതെ ബോധം കെട്ടുപോകുന്ന രോഗികളുണ്ട്. അല്ലാഹുവേ നീ ശിഫ കൊടുക്കണേ അല്ലാ. മാരക രോഗങ്ങളെ കൊണ്ട് ഞങ്ങൾ ആരെയും പരീക്ഷിക്കരുതേ തമ്പുരാനെ. വേദന സഹിക്കാൻ പറ്റാത്ത രോഗങ്ങൾ മക്കൾക്കോ മാതാപിതാക്കൾക്കോ ഞങ്ങൾക്കോ കൂട്ടുകാർക്കോ ആർക്കുമേ നൽകല്ലേ തമ്പുരാനെ. മുഗ്മാ അലൈഹി, രോഗത്തിന്റെ വേദന കൊണ്ട് ബോധക്ഷയം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഹബീബിന്റെ കൂട്ടുകാരൻ സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ റസൂൽ കരഞ്ഞു. അത് കണ്ടപ്പോ നോക്കണം, നബിതങ്ങൾ കരഞ്ഞു. തന്റെ അനുയായിയെ കാണുമ്പോൾ ഹബീബ് കരഞ്ഞു. റസൂലുള്ളാഹി തങ്ങൾക്ക് സഹിക്കാൻ പറ്റിയില്ല. സ്വഹാബികൾ ചോദിച്ചു, മാലക യാ റസൂലല്ലാഹ്, നബിയേ അങ്ങ് കരയുകയാണോ? ഹബീബേ അങ്ങ് കരയുകയാണോ? അങ്ങ് കരയരുത് എന്ന് പറഞ്ഞിട്ടില്ലേ നബിയേ? കരയാണോ അങ്ങ്? ഇന്നല്ലാഹ ലാ യുഅദ്ദിബു ബിദംഇൽ ഐൻ, സഹാബികളെ കണ്ണുനീര് വന്നാൽ അല്ലാഹു ശിക്ഷിക്കുകയില്ല. വലാ ബിഹുസ്നിൽ ഖൽബി, ഹൃദയം തേങ്ങുമ്പോൾ അതിന് ശിക്ഷയില്ല. വഇന്നമാ യുഅദ്ദിബു ബിഹാദാ, നാവിലേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, ഈ നാവ് കൊണ്ടാണ് അല്ലാഹു ശിക്ഷ നൽകുന്നത്. രോഗത്തെ പഴിക്കരുത്, അല്ലാഹുവിനെ ശപിക്കരുത്. രോഗം തന്നത് പടച്ചവനാണെന്ന് പറഞ്ഞ് റബ്ബ് തആലയെ ശപിച്ചു പറയരുത്. അത് പറയാതെ സങ്കടത്തിലും വേദനയിലും കണ്ണുനീർ വരികയും മനസ്സ് നെഞ്ച് പൊട്ടിക്കരയുകയും ചെയ്താൽ പോലും അല്ലാഹു ശിക്ഷിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പാഠമാണത്. ഇനി ഹബീബിന്റെ രണ്ടാമത്തെ സന്ദർശനം പനി ബാധിച്ചു കിടക്കുന്ന ഒരു അറാബിയെയാണ്. അറാബിക്ക് പനി ബാധിച്ചു, ശക്തമായ പനി. ഡെങ്കിപ്പനിയൊക്കെ കൂടി വരാനല്ലേ, ഒരു കൊതുകാണ് പോലെ. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവേ, എത്രയോ ചെറുപ്പക്കാരികൾ, ആണുങ്ങളും പെണ്ണുങ്ങളും ജാതിയും മതവും കൊതുകിനില്ല അല്ലേ, മരിക്കാണ്. ഒരു കൊതുകടി ഒരു നേരത്തെ. എത്ര ആരോഗ്യമുള്ള ചെറുപ്പക്കാർ മരിച്ചു റബ്ബേ. ഒരു ഉപ്പയുടെ 2 മക്കൾ രോഗത്തെ അവസ്ഥയിൽ. ആ ഉപ്പ പറയാൻ, എന്റെ മക്കളൊന്ന് രക്ഷപ്പെട്ട് കിട്ടിയാൽ മതി, പൈസയും ഏത് ഹോസ്പിറ്റലിലും കൊണ്ടുപോവാം, പക്ഷെ ഡെങ്കിപ്പനിക്ക് മരുന്ന് കിട്ടുന്നില്ലല്ലോ. തന്നെത്താനെ ശരീരം റെസ്പോണ്ട് ചെയ്യണം, ഇമ്മ്യൂണിറ്റി വർദ്ധിക്കണം, ഞാൻ എന്താ ചെയ്യാന്ന് പറഞ്ഞ് വിലപിക്കുന്ന വാപ്പമാർ. അല്ലാഹു എല്ലാവർക്കും ശിഫ കൊടുക്കട്ടെ, അല്ലാഹു ശിഫ നൽകട്ടെ. അല്ലാഹുവേ ശിഫ നൽകണേ തമ്പുരാനെ, കാവലിലാക്കണേ തമ്പുരാനെ, നിന്റെ കാവൽ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. അറാബിയായ മനുഷ്യനെ നബിതങ്ങൾ സന്ദർശിക്കുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മലയോരത്ത് താമസിക്കുന്ന ഒരു കാടം പ്രദേശത്ത് താമസിക്കുന്ന മലയോരവാസിയെ അള്ളാഹുവിന്റെ റസൂൽ ചെന്ന് സന്ദർശിക്കുമ്പോൾ നല്ല പനി പിടിച്ചയാൾ വിറക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ ഏത് രോഗിയെ കാണുമ്പോഴും പറയാൻ പറഞ്ഞ ഒരു പ്രാർത്ഥനയുണ്ട്, നമ്മൾ പഠിച്ചു വെക്കണം. ലാ ബഅസ് തുഹൂറുൻ ഇൻഷാ അല്ലാഹ്, അങ്ങനെ പറയണ്ട. ഒരുപാട് ദുആണ്ട്, ഇത് ചെറുത് വേഗം പഠിക്കാം. ലാ ബഅസ് തുഹൂറുൻ ഇൻഷാ അല്ലാഹ്, സാരമില്ല, സുഖമാവും ഇൻഷാ അല്ലാഹ്. അതതിന്റെ അർത്ഥം. എത്ര വലിയ ക്യാൻസർ രോഗമാണെങ്കിലും ട്യൂമറാണെങ്കിലും എത്ര വലിയ ഫെയില്യൂർ സംഭവിച്ചതാണെങ്കിലും മൾട്ടിപ്പിൾ ഓർഗാൻ ഫെയില്യൂർ ആണെങ്കിൽ തന്നെയും നമ്മൾ പറയേണ്ടത് ലാ ബഅസ്
തുഹൂറുൻ ഇൻഷാ അല്ലാഹ്. രോഗിയെ സന്ദർശിക്കുമ്പോ സാരല്ല, എല്ലാം സുഖമാവും. രോഗികളെ കാണുമ്പോൾ അതാണ് പറയേണ്ടത്. അവിടെ നിന്ന് വേറെ ഒരു ഡയലോഗും പറഞ്ഞു പോകരുതേ മുഅ്മിനെ. നാളെ നമ്മളാവും ആ ബെഡിൽ കിടക്കുക. അവിടെ ചെന്നിട്ടുണ്ട് ഓരോരുത്തർക്ക് ചോദിച്ചു, എന്തിപ്പോ ഡോക്ടർ പറഞ്ഞത്? ഡോക്ടർ പറഞ്ഞു പിന്നെ കൊണ്ടുപോയി കുളിഞ്ഞൊന്നും ഇല്ലാന്നാണ്, കഴിഞ്ഞു എന്നാണ്. ഇതൊക്കെ ഒരു രോഗിയോടിന്റെ മുമ്പിൽ വെച്ച് സംസാരിക്കുമ്പോൾ നമ്മളാണിത് കേൾക്കുന്നതെങ്കിൽ നമ്മുടെ മനസ്സിന്റെ അവസ്ഥ എന്താ മുഅ്മിനെ? നമ്മളൊന്ന് ആലോചിക്കണ്ടേ? ഒരു കോമൺ സെൻസ് മനുഷ്യന് വേണമെന്നാണ്. സാമാന്യ ബുദ്ധി എന്നല്ലേ പറയാൻ. എപ്പോഴും പറയേണ്ടത് സാരമില്ല, സാരമില്ല, ഡോക്ടർമാർ മടക്കി അയച്ചിട്ടിനെ കൊണ്ടുപോയിക്കോളൂ, കഞ്ഞിവെള്ളം കൊടുത്തോളൂ, ചുണ്ടിൽ നനച്ചു കൊടുത്തോളൂ, സംസം കൊടുത്തോളൂ, നിങ്ങൾ പടച്ചോനോട് പ്രാർത്ഥിച്ചോളൂ, ഞങ്ങളെ കൊണ്ട് ചെയ്യാനുള്ളത് ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞ് മടക്കി അയച്ച രോഗികൾ വീണ്ടും 20-30 കൊല്ലം ജീവിച്ചത് എത്രയാണ്? അത്ഭുതം സംഭവിക്കാറില്ലേ? അത്ഭുതം സംഭവിക്കാറില്ലേ? അല്ലാഹുവിന്റെ കയ്യിലാണ് അജൽ കിടക്കുന്നത്. രോഗം മരണത്തിന് കാരണമല്ല. രോഗം വന്നാൽ പേടിക്കേണ്ടതുമില്ല. രോഗം വന്നാൽ മരിക്കുമെന്ന് പേടിക്കേണ്ട. അള്ളാഹ് കണക്കാക്കിയ മരിക്കാൻ നിശ്ചയിച്ച നേരമാകുമ്പോഴാണ് മരിക്കുന്നത്. രോഗം വന്നാലും ഇല്ലെങ്കിലും. രോഗം കൊണ്ടല്ല മരിക്കുന്നത്. രോഗം വരുമ്പോൾ മരിക്കുമോ എന്ന് പേടിക്കുകയും വേണ്ട. രോഗത്തിന് ചികിത്സ കാണുക. മരണം അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ രോഗത്തിൽ മരിക്കൂ. പിന്നെ എന്തിനാണ് നമ്മൾ പ്രയാസപ്പെടുന്നത്, നമ്മൾ പരിഭ്രാന്തരാകുന്നത്? രോഗികളോട് പറയണം ലാ ബഅസ് തുഹൂറുൻ ഇൻഷാ അല്ലാഹ്. ഇത് പറഞ്ഞപ്പോ അറാബിക്ക് ഹബീബിന്റെ ആ മറുപടി, ഹബീബിന്റെ പ്രാർത്ഥന ഇഷ്ടമായില്ല. എന്താ ചെയ്യാ? ആൾക്കത് പിടിച്ചില്ല. ആൾ പറഞ്ഞു, നബിയേ അലാ ശൈഖിൻ കബീർ തുസീറുഹുൽ ഖുബൂർ. എന്റെ രോഗം ശിഫയാകുമെന്നാണോ നബിയെ നിങ്ങൾ പറയുന്നത്? എന്ത് ടെമ്പറേച്ചറുള്ള ചൂടാ നബിയെ ഇത്? അടുപ്പിലെ തീയാളുന്ന പോലെ ചൂടുള്ള പനിയാ നബിയെ. അലാ ശൈഖിൻ കബീർ, ഒരുപാട് പ്രായമായ വയസ്സനല്ലേ നബിയെ ഞാൻ. തുസീറുൽ ഖുബൂർ, ഖബറിലേക്ക് പോകാനായി കാണും നബിയെ. ഇത് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂലിന് മറുപടി കൊടുക്കേണ്ടി വന്നു. സുഖമാവും എന്ന് നബി തങ്ങൾ പറഞ്ഞതിന് മിണ്ടാതിരുന്നാൽ അല്ലാഹു ആ ദുആ സ്വീകരിക്കുകയും ആ മനുഷ്യന് ശിഫ കിട്ടുകയും ചെയ്യുമായിരുന്നു. എന്നാൽ അയാൾ പറഞ്ഞു, നബിയേ ഇത് ശിഫയാകില്ല. അങ്ങ് പറയുന്നു ശിഫയാകുമെന്ന്. എന്നാൽ ഈ കത്തുന്ന പനി, ഈ വയസ്സായ ശരീരം, ഖബറിലേക്ക് കാല് നീട്ടിയിരിക്കുന്ന എനിക്കോ എന്ന് പറഞ്ഞപ്പോ നഅം ഇദൻ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ എന്ന് നബി മറുപടി പറഞ്ഞു. 3 ദിവസം കൊണ്ട് ഇയാൾ മരിച്ചു. 3 ദിവസമാ പിന്നെ നിന്നത്. അതുകൊണ്ട് നമുക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോ ഒരു ഉമ്മയും, പ്രായമുള്ള ഒരു ഉമ്മയോ ഉപ്പയോ പ്രായമില്ലാത്തവരോ ഏത് രോഗമാണെങ്കിലും ശിഫയാകും എന്ന് പറയുമ്പോൾ ഇല്ല എനിക്ക് ശിഫയാവില്ല എന്ന് പറയല്ലേ, എനിക്ക് മാറില്ല എന്ന് പറയരുത്. അല്ലാഹുവല്ലേ ശിഫ തരുന്നവൻ, ഡോക്ടറല്ലല്ലോ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി കൊടുത്തു, നഅം ഇദൻ. ആദ്യം നബി സന്ദർശിച്ച കഥ പറഞ്ഞത് സഅദ് ഇബ്നു ഉബാദ, പിന്നെ വരുന്നത് ഈ അറാബി. മൂന്നാമത് ഹബീബായ നബി തങ്ങൾ സന്ദർശിക്കുന്ന സ്വഹാബിയുണ്ട് ബറാ ഇബ്നു മഅറൂർ റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളിൽ വളരെ ശ്രേഷ്ഠമായ ഇസ്ലാമിക ചരിത്രത്തിലെ വലിയ വലിയ മുദ്രകൾ പതിപ്പിച്ച മഹാൻ അല്ലാഹുവിന്റെ റസൂൽ അവരെ കാണാൻ ചെല്ലുമ്പോൾ മരണത്തോട് മല്ലടിക്കുകയാണ്. ബറാ എന്നവരുടെ കണ്ണിന്ന് കണ്ണിനീര് വരുന്നുണ്ട്. ആ മഹാൻ രോഗശയിൽ കടന്നുകൊണ്ട് വിരലുയർത്തുന്നു അല്ലാഹുവിലേക്ക്. അഷ്ഹദു അന്നക ബല്ലഗത റിസാല. അല്ലാഹുവിന്റെ റസൂലിനെ നോക്കി പറയുകയാണ്, നബിയേ നബിയേ. ഹബീബ് വന്നപ്പോ അഷ്ഹദു അന്നക ബല്ലഗത റിസാല. നിങ്ങളെ ചെറുപ്പക്കാരെ, പ്രായമുള്ള ആളുകൾ അസുഖമായി കിടക്കുമ്പോ അവരെ സന്ദർശിക്കാതെ പോകരുത് മുഅ്മിനെ. നമുക്ക് നമ്മുടെ ഫ്രണ്ട്ഷിപ്പും നമ്മുടെ കൂട്ടുകാരികളും ഒക്കെ ആയിരിക്കും വലുത്. പക്ഷേ പ്രായമായ ഉപ്പയും ഉമ്മയും വല്യുപ്പയും വല്യമ്മയും അവരെ വന്ന് കാണുന്ന സന്ദർശകരെ കാണുമ്പോൾ അവർക്കൊരു സന്തോഷം കിട്ടും. അല്ലാഹുവിന്റെ സാമീപ്യം രോഗിന്റെ അടുത്തുണ്ട് എന്നല്ലേ. അതുകൊണ്ട് സന്ദർശിക്കണം, രോഗികളെ ചെന്ന് കാണണം. ഒരു ഹ്രസ്വമായ സന്ദർശനം കേട്ടോ. കുറെ നേരം ഇരിക്കാൻ പാടില്ല രോഗിന്റെ അടുത്ത്. വരിക,
5 മിനിറ്റ് ദുആ ചെയ്യാ പോവാ. കുറെ നേരം ഇരിക്കരുത്. ആ രോഗിക്ക് മൂത്രമൊഴിക്കേണ്ടാവും, അവിടെ വാസന വരും. അപ്പോൾ വരുന്നവർക്ക് വെറുപ്പ് തോന്നും, അവിടെ വൃത്തിയാക്കി കൊടുക്കേണ്ടി വരും. അപ്പോൾ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് പ്രയാസം തോന്നും. വന്നവർ റൂമിൽ നിന്ന് പുറത്തു പോകാണ്ടിരിക്കുമ്പോൾ നിങ്ങളൊന്ന് പുറത്തു പോകിനെന്ന് പറയാൻ പ്രയാസം വരും. ഒക്കെ നമ്മൾ കണ്ട് മനസ്സിലാക്കണം. മുത്തനബി തങ്ങൾ വന്ന് സന്ദർശിക്കുമ്പോ ബറാ ഇബ്നു മഅറൂർ റളിയല്ലാഹു അൻഹു സക്കറാത്തിൽ മൗത്തിലാണ്. നബി തങ്ങളെ കണ്ടപ്പോൾ വിരലുയർത്തിട്ട് പറയാൻ തുടങ്ങി, നബിയേ, അഷ്ഹദു അന്നക ബല്ലഗത റിസാല വഅദ്ദൈതൽ അമാന വനസഹതൽ ഉമ്മ അഷ്ഹദു അന്നാ ഖദ് വജദനാ മാ റബ്ബുനാ ഹഖ്ഖാ. ഒരു വല്ലാത്ത വാക്കാണ് കേട്ടോ. മരിക്കുമ്പോ സ്വർഗം കണ്ട് മരിച്ച സഹാബിയാണിത്, ബറാ ഇബ്നു മഅറൂർ റളിയല്ലാഹു. പൊന്നാര നബിയേ, അല്ലാഹുവിന്റെ ദൗത്യം അങ്ങ് ഞങ്ങൾക്ക് എത്തിച്ചു തന്നു. വഅദ്ദൈതൽ അമാന, അല്ലാഹു നിങ്ങളെ ഏൽപ്പിച്ച ആ തത്വമെന്തോ, ഇസ്ലാമെന്തോ, നിയമങ്ങളെന്തോ ഞങ്ങൾക്കങ്ങ് പറഞ്ഞു തന്നു. വനസഹതൽ ഉമ്മ, ഈ ഉമ്മത്തിന് നന്മയാണ് നബിയെ അങ്ങ് ഉദ്ദേശിച്ചത്. അഷ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കട്ടെയോ നബിയേ, അന്നാ വജദ്നാ മാ വഅദനാ റബ്ബുനാ ഹഖ്ഖാ, ഞങ്ങളുടെ രക്ഷിതാവ് ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തത് ഞങ്ങൾ കണ്ടു നബിയേ. എന്താണ് പറയണത്? ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമൂ, إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون نحن أولياؤكم في الحياة الدنيا وفي الآخرة. മുഅ്മിനീങ്ങളായി ജീവിച്ചവരെ, നേരായ വഴിയിലൂടെ കടന്നുപോയവരെ, സജ്ജനങ്ങളുടെ മാർഗത്തിലൂടെ ചരിച്ചവരെ മരിക്കാൻ കിടക്കുമ്പോൾ മാലാഖമാർ ചെന്ന് പറയുമത്രേ, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾക്ക് പോകാനുള്ള സ്വർഗമിതാ കണ്ടില്ലേ, ഇങ്ങോട്ട് പോരുന്നില്ലേ എന്ന് സ്വർഗം കാണിച്ചുകൊണ്ടാണ് മാലാഖമാർ അവരെ കൊണ്ടുപോകുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ആ വാക്കിനെ കുറിച്ചാണ് ബറാ ഇബ്നു മഅറൂർ എന്ന സ്വഹാബി പറയുന്നത്. നബിയേ, അല്ലാഹു പറഞ്ഞത് ഞങ്ങൾ കണ്ടു നബിയേ. എന്നിട്ട് അന്ത്യശ്വാസം വലിച്ച് ലോകത്തോട് വിട പറഞ്ഞ മഹാനായ ബറാ ഇബ്നു മഅറൂർ റളിയല്ലാഹു അൻഹു, മഹാന്മാരായ പണ്ഡിതന്മാർ ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചപ്പോ പറഞ്ഞു, സ്വർഗം കണ്ടു ബറാ, ദുനിയാവിൽ വെച്ച് മലക്കുകളെ കണ്ടു ബറാ റളിയല്ലാഹു അൻഹു, ഭൂമിയിൽ വെച്ച് തന്നെ അല്ലാഹു നൽകാൻ പോകുന്ന സ്വർഗത്തിന്റെ ഇടം കണ്ടു ബറാ ഇബ്നു മഅറൂർ റളിയല്ലാഹു തആല അൻഹു. ഇവിടെന്ന് കണ്ടിട്ടാ പോകുന്നത്. എത്ര ആളുകളുണ്ടങ്ങനെ, എത്ര മുഅ്മിനീങ്ങളുണ്ടങ്ങനെ, എത്ര നല്ല ഉമ്മമാർ, എത്ര നല്ല ഉപ്പമാർ. വുദൂഇന്റെ അവസ്ഥയിൽ എനിക്ക് സംസം തരുമോ എന്ന് ചോദിച്ചിട്ട് സംസം കുടിച്ചിട്ട് ഖിബിലയിലേക്ക് ചെരിഞ്ഞ് കിടന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊടുത്തിട്ടോ അല്ലാതെയോ ആ വചനം ഉച്ചരിച്ച് അന്തസ്സിൽ മരിച്ചു പോകുന്ന മുഅ്മിനീങ്ങൾ. അല്ലാഹുവേ, ഞാനും നിങ്ങളും ഇനി എങ്ങനെ പോകുമെന്നാണ് അല്ലാഹു തീരുമാനിച്ചത്. അല്ലാഹുമ്മ അഹ്സിൻ ആഖിബതനാ വഖാതിമതനാ ഫിൽ ഉമൂരി കുല്ലിഹാ. പടച്ചവനെ, ഞങ്ങളുടെ അന്ത്യങ്ങൾ നന്നാക്കി തരണേ തമ്പുരാനെ. മരിക്കുന്ന സമയം ഒരു നല്ല പ്രവർത്തനം ചെയ്ത് നല്ല ഒരു സ്ഥലത്തും നല്ല അവസ്ഥയിലും ആക്കി തരണേ റബ്ബേ. തിന്മയുടെ എല്ലാ സാധ്യതകളും ഞങ്ങളിൽ നിന്ന് കൊട്ടിയടക്കണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സക്കറാത്തിൽ കടത്തുന്ന ബറാ എന്നവരിത് പറയുന്നത് കേട്ടു. പക്ഷേ മരിച്ചിട്ടില്ല. മഹാനവറുകൾ മരിക്കാൻ പോകുന്നതിന് മുമ്പേ അല്ലാഹുവിന്റെ റസൂൽ വീട്ടിൽ നിന്നിറങ്ങുകയാണ്. ഹബീബ് അവിടുത്തെ പരിശുദ്ധമായ പള്ളിയിലെത്തുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പള്ളിയിലെത്തിയപ്പോൾ ഒരാളതാ വിളിച്ചു പറയുന്നു, മാത ബറാ,
ബറാ മരിച്ചു നബിയേ, ബറാ മരിച്ചു. ഇത് കേട്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പരിഭ്രമിക്കുകയല്ല, നബി തങ്ങൾ വിഷമിക്കുകയല്ല. ഖിബിലയിലേക്ക് തിരിഞ്ഞു നിന്ന് 2 കൈകളും ഉയർത്തിയിട്ട് പറയുന്നു, അല്ലാഹുമ്മ ഇൽഖൽ ബറാ, ബറാഇനെ നീ കണ്ടുമുട്ടണം അല്ലാഹ്. ഫദ്ഹക് ഇലൈഹി വയദ്ഹകു ഇലൈക, റബ്ബേ നീ ബറാഇനോട് ചിരിക്കണം, ബറാ നിന്നോട് ചിരിക്കണം, അങ്ങനെ നീ ബറാഇനെ സ്വീകരിക്കണം അല്ലാഹ് എന്ന് ഹബീബ് ദുആ ചെയ്തത് ഈ ഒരു സ്വഹാബിക്ക് വേണ്ടി മാത്രമാണ്. ഈ ഒരു സ്വഹാബിക്ക് വേണ്ടി മാത്രമാണ്. അല്ലാഹുവേ നീ ചിരിച്ചുകൊണ്ട് സ്വീകരിക്കണം ബറാഇനെ എന്ന് ഹബീബ് ദുആ ചെയ്യുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മരണസന്ദർഭങ്ങളിൽ അല്ലെങ്കിലും ഹബീബ് സന്ദർശിക്കാറുണ്ട് വീട്ടുകാരെ. മുഅ്മിനീങ്ങളെ, സന്ദർശനങ്ങൾ പാപങ്ങളുടെ വഴികളായി വാതിൽ തുറക്കുന്ന കാലമാണിത്. നമ്മളുടേതല്ലാത്ത വീടുകൾ, നമ്മളുടെ അകന്ന ബന്ധങ്ങളാകട്ടെ അല്ലാത്തതാവട്ടെ, വീടുകളിൽ അന്യ സ്ത്രീ പുരുഷന്മാർ ഇടപഴകുന്ന, കൂടിക്കലരുന്ന, സ്നേഹബന്ധങ്ങളായി മറയുന്ന, അള്ളാഹു ഇഷ്ടപ്പെടാത്ത വഴികളിലേക്ക് നീങ്ങുന്ന ബന്ധങ്ങളായി നമ്മുടെ ഇടപെടലുകൾ മാറിപ്പോകുന്നുണ്ടെങ്കിൽ അള്ളാഹുവിനോട് കാവലിനെ ചോദിച്ചോളൂ. നമ്മൾ പരീക്ഷിക്കപ്പെടുകയാണെന്നോർക്കണം. അള്ളാഹു കാവൽ നൽകട്ടെ. നമ്മുടെ ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരികൾക്കും വിശേഷിച്ച് അള്ളാഹു കാവൽ നൽകട്ടെ. അല്ലാഹുവിന്റെ റസൂൽ പ്രായമായ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയെ സന്ദർശിക്കുമായിരുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയാത്തുകളിൽ പ്രായമായ എന്നാൽ ശ്രേഷ്ഠതകളുള്ള ഒരുപാട് ത്യാഗീവര്യന്മാരെ സമ്മാനിച്ച ഉമ്മയാണ് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹാ. നബി തങ്ങൾ അവരുടെ വീട്ടിലേക്ക് വരും. ഹബീബ് കിടന്നുറങ്ങും ആ വീട്ടിൽ. അല്ലാഹുവിന്റെ റസൂൽ ആ ഉച്ചനേരത്തെ ചെറിയൊരു മയക്കം ഉമ്മു സുലൈം ബിവിയുടെ വീട്ടിൽ ഉറങ്ങും. ആ സമയം എയർ കണ്ടീഷൻ ഇല്ലാത്ത ആ റൂമിൽ നിന്ന് ഹബീബിന്റെ ശരീരത്തിൽ നിന്ന് വിയർപ്പ് പൊടിയുമ്പോൾ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ ആരാരും കാണാതെ ഒരു ചെറിയ കുപ്പിയിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പരിശുദ്ധമായ ആ വിയർപ്പ് നീർ അവരെ ഒപ്പിയെടുക്കുമായിരുന്നു. ഒരു ചെറിയ ഖാറൂറ, സ്വഹീഹായ ഹദീസുകളിൽ വന്ന സംഭവമാണ്, നിഷേധിക്കാൻ പറ്റാത്തത്. ഒരു ചെറിയ കുപ്പിയിൽ ഹബീബിന്റെ ശരീരത്തിൽ നിന്ന് ഉറ്റിവീഴുന്ന വിയർപ്പ് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ ശേഖരിച്ചു വെക്കുമായിരുന്നു. എന്തിനാണെന്നറിയുമോ? അശദ്ദ റായിഹതൻ മിനൽ മിസ്ക്, കസ്തൂരിയേക്കാൾ സുഗന്ധമുണ്ട് ഹബീബിന്റെ വിയർപ്പിന്. ആ വിയർപ്പ് തുള്ളി എന്തിനാണ് ഉമ്മു സുലൈം എന്നവർ സൂക്ഷിച്ചതെന്നറിയുമോ? സുഗന്ധമായി ഉപയോഗിക്കാനല്ല. ഹബീബ് ജീവിച്ചിരിക്കുമ്പോഴും ഹബീബിന്റെ വഫാത്തിന് ശേഷവും അവിടുത്തെ കുടുംബത്തിൽ, നാട്ടുകാരിൽ, മഹല്ലുകാരിൽ ആർക്കെങ്കിലും ഒരസുഖം വന്നാൽ ഹബീബിന്റെ വിയർപ്പ് തുള്ളിയിൽ നിന്ന് ഒരു തുള്ളി ഒരു ബക്കറ്റ് വെള്ളത്തിലേക്കിട്ടിട്ട് ആ വെള്ളം കൊണ്ട് രോഗിയെ കുടിപ്പിക്കുകയും കുളിപ്പിക്കുകയും ചെയ്യുമ്പോഴേക്കും അല്ലാഹു രോഗത്തിന് ശിഫ നൽകുമായിരുന്നു. മരുന്നായിട്ട് ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹ ഹബീബിന്റെ സന്ദർശന വേളയിൽ ഹബീബിന്റെ വിയർപ്പ് സൂക്ഷിച്ചത് പരിശുദ്ധമായ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. അവിടുത്തെ അല്ലാഹു സന്തോഷിപ്പിക്കട്ടെ.